നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഇതിനായി ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇതിനായി ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം കറക്റ്റ് മൂപ്പായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമ്മൾ കോരി മാറ്റണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഭയങ്കര ഹാർഡായി പോകും. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഒന്ന എണ്ണയിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻ, ജിഞ്ചർ ആൻഡ് ഗാർലിക് ആഡ് ചെയ്യാം. ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഒന്നുകൂടെ സോട്ട് ചെയ്തതിന് ശേഷം മസാലകൾ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി. ഓരോന്നിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി. ഇനി ഈ മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ ഉപ്പും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. നമ്മൾ ഓൾറെഡി ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഇട്ടതാണ്. ഇപ്പം ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്കിതൊരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.